റിയൽ ഓണം ഇനി റോയലിനോടൊപ്പം 65% വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം. റോയൽ ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, ചേലക്കര, അമ്പലനട, പഴയന്നൂർ. CBSE സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിന് ആറ്റൂർ അറഫയിൽ തുടക്കമായി. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ CBSE സ്കൂളുകളിലെ 106 ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾക്കാണ് ആറ്റൂർ അറഫ സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്നത്. മത്സരങ്ങളുടെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. CBSE ക്ലസ്റ്റർ 10 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും നന്നായി കളിച്ച് നന്നായി വളർന്ന് നല്ല മിടുക്കന്മാരും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന കളിക്കാരുമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു നാൾ ലോകമറിയുന്ന കളിക്കാരായിട്ട് മാറണം. കഴിഞ്ഞ തവണ നമ്മുടെ അറഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മിടുക്കന്മാരാണ് സ്റ്റേറ്റ് ഫസ്റ്റ് ആവുകയും നാഷണൽ ലെവലിൽ റണ്ണറപ്പായി മാറുകയും ചെയ്തു. ഞാൻ നമ്മുടെ ഒരു സെൽഫിഷ്നെസ് കൊണ്ട് ഇങ്ങനെ അറഫ ഇംഗ്ലീഷ് മീഡിയത്തിന് തന്നെ കിട്ടട്ടെ എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പം നേരത്തെ ചേലക്കര മാത്രമായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ MP ആയി. ആദ്യമായിട്ടാണ് MP ആയിട്ട് നമ്മുടെ അറഫ സ്കൂളിലേക്ക് കടന്നു വരാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളിൽ നിന്നും മത്സരിക്കുന്ന കുട്ടികൾക്ക് വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KS ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി അബ്ദുൾ ലത്തീഫ്, അറഫ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ, അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് HM C രമ തുടങ്ങിയവർ സംസാരിച്ചു. A memento which is full of love and respect. അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളുടെ സമാപന സമ്മേളനം സെപ്റ്റംബർ 13 വൈകിട്ട് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് അറഫ ജനറൽ സെക്രട്ടറി KS ഹംസ അറിയിച്ചു. CBSE സ്റ്റേറ്റ് ക്ലസ്റ്റർ 10 സ്റ്റേറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അറഫയിൽ ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. കേരളത്തിൻ്റെ അകത്തുനിന്ന് വിവിധ ജില്ലകളിലൂടെ 106 സ്കൂൾ ടീമുകളാണ് മാറ്റിവയ്ക്കുന്നത്. കഴിഞ്ഞ വർഷവും അറഫ ഇംഗ്ലീഷ് സ്കൂൾ തന്നെയായിരുന്നു സംസ്ഥാന ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയായത്. അന്ന് അറഫ സ്കൂൾ തന്നെ ജേതാക്കളായി, ചാമ്പ്യന്മാരായി. നാഷണൽ ചെന്നതിന് ശേഷം അവിടെയും ഒരു ചെറിയ ഗ്യാപ്പിൽ ചാമ്പ്യൻഷിപ്പ് നഷ്ടമായി നാഷണൽ ഫസ്റ്റ് റണ്ണറപ്പായി. വീണ്ടും തന്നെ CBSE ആവശ്യപ്പെട്ടു അറഫ തന്നെ കണ്ടക്ട് ചെയ്യണം എന്ന്. അങ്ങനെയാണ് ക്ലസ്റ്റർ 10 മത്സരം 3 കാറ്റഗറിയായി നടത്തുമ്പോൾ അതിന് ആതിഥേയത്വം വഹിക്കാൻ പറ്റുന്ന ഒരു സ്കൂൾ അറഫ മാത്രമാണ് എന്ന രീതിയിലാണ് CBSE ആവശ്യപ്പെട്ടത് ഇത് ഹോസ്റ്റ് ചെയ്യാൻ. ഞങ്ങൾ ഭംഗിയായി തുടക്കം കുറിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 100-ലധികം മത്സരങ്ങളുണ്ടാവും ടൂർണമെൻറ്റ് കഴിയുമ്പോഴേക്ക്. ആ 100-ലധികം മത്സരങ്ങളും ഭംഗിയായി നടത്താനുള്ള അറേഞ്ച്മെൻ്റൊക്കെ തന്നെ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കളി 2 ഗ്രൗണ്ടിലാണ് ആരംഭിക്കുന്നത്.
ആദ്യം ഞങ്ങൾ അറഫ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഈ സ്വന്തം ഗ്രൗണ്ട്, അതിലാണ് അണ്ടർ-19 കളിക്കുന്നത്. അണ്ടർ-14 അണ്ടർ-17 ആദ്യപാദം മത്സരങ്ങൾ മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കളിക്കാനാണ് ഉദ്ദേശമിട്ടിട്ടുള്ളത്. മഴയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഗ്രൗണ്ട് ചില തടസ്സങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. വടക്കാഞ്ചേരി മുനിസിപ്പൽ മൈതാനം, വടക്കാഞ്ചേരി സ്കൂളിൻ്റെ മൈതാനം, അതിനുവേണ്ടി ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരനുവദിക്കുകയും അവിടെയും കളി നടക്കുന്നുണ്ട്. 2 കേന്ദ്രങ്ങളിലാണ് തുടങ്ങിയിട്ടുള്ളത്. വേണ്ടി വന്നാൽ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗ്രൗണ്ടിലും കളി ആരംഭിക്കും. അങ്ങനെ വരുമ്പോൾ 3 ക്ലസ്റ്ററുകൾ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. 7 ദിവസത്തിൻ്റെ ഉള്ളിൽ, 10 ദിവസത്തിനുള്ളിൽ, ഇന്ന് 7, 13-ാം തീയതിക്ക്, ഇന്ന് മുതൽ 13-ാം തീയതി അവസാനിക്കുമ്പോഴേക്കും 3 കാറ്റഗറിയുടെയും കളി അവസാനിപ്പിക്കാൻ കഴിയും. ആ രീതിയിലാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ അനധ്യാപകർ, ഞങ്ങളുടെ നിരവധികളായ സ്റ്റാഫ്, 300ഓളം സ്റ്റാഫുണ്ട് അറഫയ്ക്ക്. അവരൊക്കെ ഈ മത്സരത്തിൽ, ഈ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിന് വേണ്ടി സദാ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പരിസമാപ്തി കുറിച്ചുകൊണ്ട് വാലറ്ററി ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ പ്രൊഫസർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എത്തിച്ചേരുന്നതാണ്. അങ്ങനെ CBSEയുടെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും വിപുലവും വലിയതുമായിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് അറഫയിൽ നടക്കുകയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര. തിരുവില്ലാമലയിലാണ് എവിടത്തേക്കാളും വിലക്കുറവ്. ദിവാൻ കോട്ട്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റവ്, കട്ടിൽ, കുക്കർ, കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വിലക്കുറവ്. അൻസിയ ഹോം അപ്ലയൻസസ്, റോയൽ പാർന്ന് പിൻവശം, തിരുവില്ലാമല. 9048052480.